പാഠം 258. ആണുങ്ങളുടെ ഒരു കാര്യം. ഹലോ, അതെ സാർ, മോഹനകൃഷ്ണ. ഞാൻ അത് എഴുതി തീർത്തു വെച്ചിട്ടുണ്ട്. ഇന്ന് കൊണ്ടുവരാം. അതും ശരിയാക്കിയിട്ടുണ്ട്. സാർ, ഞാൻ ഒരു 11:30 ആകുമ്പോൾ ഇവിടെ എത്താം. ശരി സാർ. അതോടെ പോയി. ഭാമേ, ഭാമേ, വരണോ മോഹനേട്ടാ? എന്താ? ഞാൻ ഇവിടെ വെച്ചിരുന്ന ഫയൽ എവിടെ? എനിക്കറിഞ്ഞൂടാ. നിനക്കറിയാതെ പിന്നെ എവിടെ പോവാനാ? ഞാൻ ഇന്നലെ രാത്രി എഴുതി തീർത്തിട്ട് അത് ഇവിടെ വെച്ചത്. ഞാൻ എന്തിനാ മോഹനേട്ടന്റെ ഫയൽ എടുക്കണത്? അതിവിടെ ഇല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും കാണും. അങ്ങനെ പറഞ്ഞ പോരല്ലോ. ഇത് തമാശ. ഭാമേ, സർക്കാർ ആശുപത്രിയുടെ പുതിയ ബ്ലോക്ക് പണിയുന്നതിനുള്ള ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണത്. അതിന്ന് 11:30 താലൂക്ക് ഓഫീസിൽ എത്തിക്കാമെന്ന് ഞാനിപ്പോ തഹസിൽദാരോട് പറഞ്ഞതേ ഉള്ളൂ. അതെവിടെ? മോഹനേട്ടാ, വെറുതെ രാവിലെ എന്നോട് വഴക്കിന് നിൽക്കല്ലേ. എനിക്കിവിടെ രാവിലെ 100 കൂട്ടം ജോലിയുണ്ട്. അത് മാത്രമല്ല, മാധവൻ കൊലക്കേസിന്റെ ആർഗ്യുമെന്റ് നോട്ട് എഴുതി ഇന്ന് രാവിലെ 11:30 ആകുമ്പോഴേക്ക് സദാനന്ദൻ സാറിന് കൊടുത്തില്ലെങ്കിൽ സാറിന്റെ വാലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കേണ്ടി വരും. അപ്പോ നിനക്ക് നിന്റെ ജോലി പ്രധാനമാണ്. ഏതോ കൊലക്കേസിലെ പ്രതിയെ രക്ഷിക്കാനുള്ള കള്ളക്കഥ ഉണ്ടാക്കാൻ നിനക്ക് നേരമുണ്ട്. നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർക്ക് അസുഖം വരുമ്പോൾ ചികിത്സിക്കാനാണ് സർക്കാർ ആശുപത്രികൾ ഉണ്ടാക്കുന്നത്. അതിനേക്കാൾ പ്രധാനമാണോ നിന്റെ ആർഗ്യുമെന്റ് നോട്ട്? ഓരോരുത്തർക്കും അവരവരുടെ ജോലിയാണ് പ്രധാനം. ഞാൻ എഴുതേണ്ടത് ഞാൻ എഴുതണ്ടേ? നിനക്ക് നേരത്തെ ആകാമായിരുന്നല്ലോ. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് നീ കോടതിയിൽ നിന്ന് വന്നതാണല്ലോ. അതെ, 5 മണി മുതൽ 6:30 മണി വരെ മെനക്കെട്ടിട്ടാണ് മോഹനേട്ടന്റെ ഷർട്ട് മുണ്ടൊന്ന് കഴുകി തീർന്നത്. അത് കഴിഞ്ഞ് ഈ വീട് മുഴുവൻ ഒന്ന് തൂത്തുവാരി. അപ്പോൾ മോഹനേട്ടൻ അത്താഴം വേണമെന്ന് പറഞ്ഞു. അത്താഴം വിളമ്പി അടുക്കളയിലെ പണി മുഴുവൻ തീർത്തപ്പോഴേക്കും മണി 10 ആയേ. ഇന്നലെ മുഴുവൻ കോടതി തിരക്കായതുകൊണ്ട് 10 മണി ആയപ്പോഴേക്കും ഞാനൊന്ന് ഉറങ്ങാൻ കിടന്നത് അത്ര വലിയ തെറ്റായി പോയോ? എനിക്ക് ആവശ്യമുള്ളത് മുഴുവൻ എഴുതി തീർത്തിട്ട് 12 മണിക്കാണ് ഞാൻ കിടന്നത്. എന്നിട്ട് രാവിലെ കൃത്യം 5:30 ഞാൻ എഴുന്നേറ്റു. 5:30 എഴുന്നേറ്റ് നടക്കാൻ പോയി. തിരിച്ചു വന്ന് പത്രം വായിച്ചു. ഞാൻ തന്ന ചായ കുടിച്ചു, കുളിച്ചു. അത് കഴിഞ്ഞ് ഞാൻ തേച്ച് വെച്ച ഷർട്ട് മുണ്ടുവന്നിട്ടു. അത്രയല്ലേ ചെയ്തുള്ളൂ. ഞാനും മോഹനേട്ടന് രാവിലെ ഉച്ചയ്ക്കും കഴിക്കാനുള്ളത് മുഴുവനും ഉണ്ടാക്കി. ഇനിയെങ്കിലും 1 മണിക്കൂർ മെനക്കെട്ട് ആ നോട്ട് എഴുതി തീർത്തിട്ട് എനിക്ക് കോടതി പോകാനുള്ളതാണ്. സദാനന്ദ സാറിന്റെ വാലിരിക്കുന്ന കേൾക്കാൻ എന്നെ കൊണ്ട് വയ്യ. മോഹനേട്ടന്റെ ഫയല് മോഹനേട്ടന് വേണമെങ്കിൽ മോഹനേട്ടൻ കണ്ടുപിടിക്കുക. ഓഹോ, ഓരോ ജോലിയിലും ഉത്തരവാദിത്തമുള്ള ആൾക്കാർക്കാണ് കൂടുതൽ ടെൻഷൻ. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. എന്റെ കീഴിൽ ആ ഓഫീസിൽ 3 പേർ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ ആ ഓഫീസിലെ കാര്യം എന്താവും? അങ്ങനെയാണെങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ കീഴിൽ 900 ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ. ഒരു വില്ലേജ് ഓഫീസർക്ക് ഇത്രയും ടെൻഷൻ ആണെങ്കിൽ ചീഫ് സെക്രട്ടറി പണ്ടേ ടെൻഷൻ മൊത്തം ചത്തു പോവായിരുന്നല്ലോ. ഒരു കാര്യം പറയുമ്പോ തർക്കുത്തരം പറയുന്ന ഈ സ്വഭാവമാണ് ആദ്യം മാറ്റേണ്ടത്. നീ ഒരു ജൂനിയർ വക്കീലാണ്. നിന്റെ സീനിയർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഉത്തരവാദിത്തം മാത്രമേ നിനക്കുള്ളൂ. പക്ഷേ ഞാൻ എങ്ങനെയാണോ? മോഹനേട്ടോ, തർക്കത്തിന് ഞാനില്ല. തർക്കിച്ച് കളയാൻ എനിക്കൊട്ട് സമയമില്ല. ഈ വീട്ടിൽ മോഹനേട്ടന് ചെയ്യാൻ പറ്റുന്ന 1000 കാര്യങ്ങളുണ്ട്. അതൊന്നും മോഹനേട്ടനെ കൊണ്ട് പറ്റില്ല. ഞാനതൊട്ട് നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ ചെയ്യാനുള്ള കാര്യങ്ങൾ മുഴുവനും ചെയ്തു തീർത്ത് ഞാൻ എന്റെ കാര്യം ചെയ്യാൻ ഒരുങ്ങുമ്പോ അതിനെങ്കിലും എന്നെ ഒന്ന് സമ്മതിച്ചൂടെ പ്ലീസ്? ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടൂടെ? ഇനി അതെടുക്കാൻ ഞാൻ പോണോ? അതുപോലും ഒന്നും ചെയ്യല്ലേ. മോഹനേട്ടാ, കഷ്ടാണ്. ഹലോ, അതെ സാർ, ഞാനത് എഴുതി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതല്ല സാർ, വീട്ടിലെ കുറച്ച് തിരക്ക് കാരണം. സോറി സാർ, ഞാൻ എങ്ങനെയെങ്കിലും എത്താം. ഓക്കെ, തൃപ്തിയായല്ലോ. സദാനന്ദ സാറാണ് വിളിച്ചത്. രാവിലെ 10:30 ആകുമ്പോഴേക്കും ആർഗ്യുമെന്റ് നോട്ട് കിട്ടിയില്ലെങ്കിൽ സാറിന് സ്വഭാവം മാറുമെന്ന്. എന്നെ കൊണ്ട് രാവിലെ അങ്ങയുടെ ചീത്തവിളി കേൾപ്പിച്ചപ്പോ മോഹനേട്ടന് തൃപ്തിയായല്ലോ. സദാനന്ദ സാറ് നിന്നെ വഴക്ക് പറഞ്ഞതിന് ഞാൻ എന്ത് ചെയ്തു?
ഞാൻ നിന്നോട് ആകെ ചോദിച്ചത് ഞാൻ ഇവിടെ വെച്ചിരുന്ന ഫയൽ എവിടെ എന്നാണ്. അതൊന്ന് നോക്കരുതെന്ന തീരുന്ന പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിന്റെ പേരിൽ നീ 15 മിനിറ്റ് തർക്കിച്ചു. മോഹനേട്ടന്റെ ഫയല് മോഹനേട്ടൻ തന്നെ നോക്കിയെടുക്കാൻ ആ 15 മിനിറ്റ് മതിയായിരുന്നല്ലോ. പക്ഷെ മോഹനേട്ടൻ അത് ചെയ്യില്ല. ഞാൻ തന്നെ എടുത്ത് കയ്യിലോട്ട് പിടിപ്പിക്കണം. കാരണം എനിക്ക് ശമ്പളം തന്ന് ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുകയാണല്ലോ. ഇനി മോഹനേട്ടൻ കാപ്പി തന്ന് ചോറും പൊതിഞ്ഞു തന്ന് ഞാൻ എന്റെ നോട്ട് എഴുതി തീർക്കുമ്പോഴേക്കും നേരെ എത്രയോ ടീച്ചറ. 10 എന്നുള്ളത് 5 മിനിറ്റ് വൈകിയാൽ സാധാരണ സാറിന്റെ സ്വഭാവം മാറും. 5 മിനിറ്റ് വൈകിയാ ആകാശം ഇടിഞ്ഞു വിടാൻ പോയല്ലേ. നീ പറയുന്ന കേട്ടാ തോന്നും ഈ ആർഗ്യുമെന്റ് നോട്ട് കൊടുക്കാൻ 5 മിനിറ്റ് വൈകി പോയാ ആ നേരം കൊണ്ട് മാധവൻ കൊലക്കേസിലെ പ്രതിയെ തൂക്കിക്കൊന്നളയല്ലോ. മോഹനേട്ട, എല്ലാവർക്കും അവരവരുടെ സമയത്തിന് വിലയുണ്ട്. അല്ലാതെ ലോകത്ത് തിരക്കുള്ള ഒരേ ഒരാൾ ഒരു ഓണം കേറാമൂലയിലെ വില്ലേജ് ഓഫീസർ അല്ല. കാന്തല്ലൂരിൽ ഒരു വില്ലേജ് ഓഫീസും ആ വില്ലേജ് ഓഫീസിൽ ഒരു മോഹനകൃഷ്ണൻ എന്നൊരു ഓഫീസർ ഉള്ളത് കൊണ്ടല്ല സൂര്യൻ കിഴക്കുതിക്കുകയും പടിഞ്ഞാറ് അസ്തമിക്കുകയും ചെയ്യുന്നത്. ശരി, അപ്പോ അങ്ങനെ ആയിക്കോട്ടെ. നീ മാത്രം വലിയ അധ്വാനി. ഞാൻ ചെയ്യുന്നതൊക്കെ വെറുതെ. എന്റെ ഒരു ഫയൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചു തരാൻ നിനക്ക് വയ്യ എന്നല്ലല്ലോ മോഹനേട്ട ഞാൻ പറഞ്ഞത്. മോഹനേട്ടൻ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ എനിക്കും എന്റെ ജോലി സമയത്ത് തീർക്കായിരുന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. ആ, ഇതായിരിക്കുന്നു സാറിന്റെ ഫയല്. ഇതല്ലേ സാർ ഇത്രയും നേരം അന്വേഷിച്ചോണ്ട് നടന്നത്? എന്റെ മെക്കിട്ട് കയറാൻ എടുത്ത് എന്റെ 10-1 സമയം മതിയായിരുന്നു ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ. ഇനിയെങ്കിലും ഒന്ന് വന്നാൽ ഞാൻ കാപ്പി എടുത്തുതരാം. അത് കഴിച്ചിട്ട് മോഹനേട്ടൻ ഒന്ന് ഓഫീസിൽ പോകാൻ നോക്ക്. നീ ആ പറഞ്ഞ അർത്ഥം മനസ്സിലായി. ഞാൻ അങ്ങ് പോയി തന്നിരുന്നുവെങ്കിൽ നിനക്ക് നിന്റെ ജോലി ചെയ്യാമായിരുന്നു എന്ന്. ശരി, നടക്കട്ടെ. എനിക്ക് നീ ഉണ്ടാക്കിയ കാപ്പി വേണ്ട. ഞാൻ പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായ കടപ്പ് കഴിച്ചോളാം. അതാണോ മോഹനേട്ടൻ ന്യായം? എനിക്ക് കാപ്പി ഉണ്ടാക്കി തരുന്നതിന്റെയും ഊണുണ്ടാക്കി തരുന്നതിന്റെയും കണക്ക് പറഞ്ഞാണല്ലോ നീ ജയിക്കാറുള്ളത്. ഇനി മുതൽ അത് വേണ്ട. പിന്നെ നിന്റെ കണക്കൊക്കെ ഉണ്ടല്ലോ എനിക്ക്. മോഹനേട്ടൻ ഇന്നലെ പറഞ്ഞതുകൊണ്ട് മോഹനേട്ടന് വേണ്ടി ഞാൻ ഉണ്ടാക്കി ഇടിയപ്പം ചമ്മന്തിയോ അത് കഴിക്കാതെ പോകാനാണെങ്കിൽ പിന്നെ എത്ര ഞാനിത് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. കഷ്ടപ്പെട്ട് നീ ഉണ്ടാക്കിയതിന്റെ ഇരട്ടി കണക്ക് കൊടുത്തല്ലോ നീ. ഇനി നീ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് വേണ്ട. മോഹനേട്ടാ, നിനക്ക് വലുത് നിന്റെ കേസും ആർഗ്യുമെന്റ് നോട്ടും ആണല്ലോ. അത് നടക്കട്ടെ. തോപ്പിക്കാൻ നോക്കല്ലേ. ഇത് ഇന്നത്തേക്ക് മാത്രമല്ല, നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റന്നാളും ഒക്കെ ഞാൻ കൃഷ്ണൻകുട്ടിയുടെ ചായക്കട തന്നെ കഴിക്കും. അതിനുള്ള ശമ്പളമൊക്കെ എനിക്ക് സർക്കാർ തരുന്നുണ്ട്. ആഹാ, എന്തൊരു കഷ്ടമോ നോക്കണേ.